നമസ്കാരം സുഹൃത്തുക്കളെ. വളരെ കാലമായി നല്ലൊരു സബ്ജക്റ്റായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട്, അപ്പോൾ ഇന്നിപ്പോൾ ഏതായാലും അങ്ങനെ ഒരു സബ്ജക്റ്റ് എനിക്ക് കിട്ടി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നത്. മറ്റൊന്നുമല്ല, പഴങ്കഞ്ഞിയാണ് വിഷയം. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വളരെയധികം വ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദിവ്യ ഔഷധമെന്നോ ഏതോ ഒരു വലിയ ആഹാരം എന്നുള്ള രീതിയിൽ ഈ പഴങ്കഞ്ഞിയെക്കുറിച്ച് വളരെ വാചാലമായിട്ട് ആളുകൾ പറയുകയും അത് ശാസ്ത്രീയമായിട്ട് അത് സത്യമാണെന്ന് അല്ലെങ്കിൽ ശാസ്ത്രീയമായിട്ട് നമുക്കത് സത്യമാണെന്ന് ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ പലരും അതിനു വേണ്ടിയിട്ട് യൂട്യൂബുകളിലൊക്കെ വന്നിട്ട് പല കഥകളൊക്കെ പറയുന്നു. പക്ഷേ എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം, എന്താണ് അതിൻ്റെ സത്യാവസ്ഥ എന്ന് ആരും തന്നെ പറഞ്ഞതായിട്ട് എനിക്കറിവില്ല. എന്താണ് അതിൻ്റെ യുക്തിഭദ്രമായിട്ടുള്ള ശാസ്ത്രീയത എന്നുള്ളത് ആരും പറഞ്ഞതായിട്ട് എനിക്ക് അറിയില്ല. അപ്പം ഞാൻ അതിൻ്റെ യുക്തിഭദ്രമായിട്ടുള്ള ശാസ്ത്രീയത എന്താണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഞാനിതിനു മുൻപ് പഴങ്കഞ്ഞിയെ എതിർത്തിട്ട്, അതേപോലെ പഴങ്കഞ്ഞി ഈ മില്ലറ്റിൻ്റെ പഴങ്കഞ്ഞിയൊക്കെ കൊടുക്കുന്നതിനെതിരെ വ്യാപകമായ രീതിയിൽ, അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ എല്ലാവരും കേൾക്കത്തക്ക രീതിയിൽ, എല്ലാവരും കാണത്തക്ക രീതിയിൽ, എല്ലാവരും അറിയത്തക്ക രീതിയിൽ ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ അന്ന് എനിക്ക് ഈ പഴങ്കഞ്ഞി ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, അല്ലെങ്കിൽ പഴങ്കഞ്ഞി പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാരിൽ നിന്ന് വളരെ നെഗറ്റീവായിട്ടുള്ള മറുപടികളൊക്കെ കിട്ടി. പക്ഷെ അതൊന്നും എനിക്ക് കാര്യമില്ല. പക്ഷേ ഇതെന്താണ്, എങ്ങാണ് ഈ പഴങ്കഞ്ഞി നമുക്ക് ആരോഗ്യദായകമാണോ, അല്ലെങ്കിൽ പഴങ്കഞ്ഞിയെ നമുക്ക് ഔഷധമായിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ യുക്തിഭദ്രമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു എങ്കിൽ മാത്രം നിങ്ങൾ ഇത് ഫോർവേഡ് ചെയ്യുക, ഇല്ല എങ്കിൽ നിങ്ങളിത് ഫോർവേഡ് ചെയ്യണ്ട. അപ്പോൾ ചിലർക്കൊക്കെ അഭിപ്രായം, നമ്മുടെ നാട്ടിലിപ്പോൾ എന്തെങ്കിലും ഒന്ന് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ കണ്ടുപിടുത്തം നടത്തിയതോ, അല്ലെങ്കിൽ ഈ വിശാലമായിട്ട് എന്തെങ്കിലും, അല്ലെങ്കിൽ എന്തെങ്കിലും ശാസ്ത്രീയമായിട്ട്, അല്ലെങ്കിൽ ശാസ്ത്രീയത എന്ന് പറയുന്നതൊക്കെ വൈദേശികൻ തന്നാൽ മാത്രമേ വിശ്വസിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവരാരും ഇത് വിശ്വസിക്കാൻ വേണ്ട, കാണാൻ വേണ്ട, കേൾക്കാൻ വേണ്ട. പക്ഷെ യുക്തിഭദ്രമായിട്ട് നമ്മളുടെ കോമൺ സെൻസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നുവെങ്കിൽ മാത്രം ഫോർവേഡ് ചെയ്യുക. അതല്ലെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഇത് പകർന്നു കൊടുക്കുക. ഇല്ലെങ്കിൽ ഞാൻ പറയുന്നതിൽ എന്താണ് നിങ്ങൾക്ക് അത് മോശമായിട്ട് അല്ലെങ്കിൽ തെറ്റായിട്ട് തോന്നുന്നതെങ്കിൽ അതും പറയാം. അപ്പോൾ പഴങ്കഞ്ഞി എന്നുള്ള വിഷയം, പഴങ്കഞ്ഞി നമുക്ക് കഴിക്കാമോ, അല്ലെങ്കിൽ അത് ആരോഗ്യദായകമാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ദൂരീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ വളരെ വിശാലമായിട്ട് പറഞ്ഞു പോകുന്നില്ല എന്താണ് അതിൻ്റെ ശാസ്ത്രീയത. അപ്പോൾ സാധാരണ രീതിയിൽ പഴങ്കഞ്ഞി എന്ന് പറയുമ്പോൾ എല്ലാവരും ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തലേ ദിവസം ആഹാരം വെച്ചതിൽ, ചോറ് വെച്ചതിൽ ബാക്കിയുള്ളത് പിറ്റേ ദിവസം നമ്മൾ അതിനകത്ത് ചിലർ മോരൊഴിക്കും, ചിലർ അതിനകത്ത് മുളക് തിരുമ്പും, ചിലർ ഉള്ളി, അങ്ങനെ കുറേ സാധനങ്ങൾ, കുറേ ഐറ്റംസ് ഒക്കെ, ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്നതാണ് പഴങ്കഞ്ഞി എന്നാണ് എല്ലാവരും വിചാരിച്ചു വെച്ചിരിക്കുന്നത്. ഇത് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സകല രോഗങ്ങളും മാറും എന്നുള്ള രീതിയിലാണ് വളരെ വലിയ പ്രചാരണമൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടംപോലെ പഴങ്കഞ്ഞി കടകൾ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്. പഴങ്കഞ്ഞി ഇവിടേക്ക് ലഭിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുള്ള ബോർഡുകളൊക്കെ. അപ്പോൾ ഇതിൽ ഈ പറയുന്ന കാര്യം സത്യസന്ധമാണോ എന്നുള്ളതാണ്. ഇത് യാതൊരു സത്യസന്ധമായിട്ടുള്ള അവസ്ഥയും ഇതിൽ ഇല്ല എന്നുള്ളത് മാത്രമല്ല, ഇത് വളരെ തെറ്റായിട്ടുള്ള ഒരു ആഹാര രീതി കൂടിയാണ്. കാരണം പഴങ്കഞ്ഞി കഴിക്കുന്ന, ഇത്തരത്തിൽ പഴങ്കഞ്ഞി കഴിക്കുന്ന ആളുകളിൽ പലർക്കും വാദസംബന്ധമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സിസ്റ്റുകൾ പോലെയുള്ള രോഗങ്ങൾ വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതല്ലെങ്കിൽ ഹൃദയ സംബന്ധമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനും വളരെയധികം സാധ്യതകളുണ്ട്. അപ്പോൾ അതല്ലാതെ ഇത് എങ്ങനെയാണ് ഇത് ആരോഗ്യദായകമായിട്ടുള്ള പഴങ്കഞ്ഞി ഉണ്ടാക്കാനും അത് ഔഷധമായിട്ട് ഉപയോഗിക്കാനും സാധിക്കുക എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു വിശദീകരണമാണ് ഞാൻ തരാൻ പോകുന്നത്. നമ്മൾ ആഹാരം ഉണ്ടാക്കി കഴിഞ്ഞാൽ 6 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്തേക്ക് ബാക്ടീരിയ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നല്ല, ബാക്ടീരിയ വരും. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വേവിക്കാത്ത ആഹാരങ്ങളും പഴങ്ങളും പച്ചക്കറികളും വേവിക്കാതെ നമ്മൾ കഴിക്കുകയാണെങ്കിൽ അത് മുറിച്ച് വെച്ച് 1 മണിക്കൂർ കഴിഞ്ഞാൽ തന്നെ അതിനകത്ത് ബാക്ടീരിയ വരാനുള്ള സാധ്യത കൂടുതലാണ്. ബാക്ടീരിയ വന്നു കഴിഞ്ഞാൽ ബാക്ടീരിയ സ്വാഭാവികമായിട്ട് അതിൽ യൂറിനേറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അത് പുളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
ഒരു വൈകൃതമായിട്ടുള്ള അല്ലെങ്കിൽ മോശമായിട്ടുള്ള മണം അതിനകത്ത് വരും. അങ്ങനെ നമ്മൾ ആ ഭക്ഷണം ഉപയോഗിക്കാതിരിക്കുകയാണ് ചെയ്യുക. അങ്ങനെ പാചകം ചെയ്ത ഭക്ഷണങ്ങളാണെങ്കിൽ അതിൽ 6 മണിക്കൂറാണ് അതിൻ്റെ സമയം. 6 മണിക്കൂറിനുള്ളിൽ അത് കഴിക്കണം. അല്ലെങ്കിൽ 6 മണിക്കൂർ കഴിയുമ്പോഴേക്കും അതിനകത്ത് ബാക്ടീരിയ വരും. ബാക്ടീരിയ വന്നാൽ ഈ പറഞ്ഞ പോലെ യൂറിനേറ്റ് ചെയ്യുകയും ചെയ്യും. അങ്ങനെയാണ് എല്ലാ സാധനങ്ങളും ആഹാരങ്ങളും പുളിക്കുന്നത് എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ ഏറെക്കുറെ ശാസ്ത്രം പഠിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും അല്ലെങ്കിൽ ശാസ്ത്രം പഠിച്ച എല്ലാവർക്കും, ശാസ്ത്രം അറിയുന്ന എല്ലാവർക്കും തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് ഇത് നമ്മൾ ഒരു ദിവസം മുഴുവൻ എടുത്തു വെച്ച് ഇതിനെ ഔഷധ പ്രയോഗം എന്ന രീതിയിൽ അല്ലെങ്കിൽ ഔഷധമായിട്ട് ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. നമ്മളിപ്പോൾ തലേ ദിവസം വെച്ച ആഹാരം, ആ ആഹാരം നമ്മൾ ഒരു 6 മണിക്കൂർ കഴിയുന്നതിന് മുൻപ് തന്നെ അതിനകത്ത് കുറച്ച് തൈരും ചേർത്ത് കുഴച്ച് വെച്ചിട്ട് അല്ലെങ്കിൽ തൈര് ചേർത്ത് ഇളക്കി വെച്ച് അത് ഭദ്രമായിട്ട് അടച്ചു വെച്ച് പിറ്റേ ദിവസം നമ്മൾ അത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ഔഷധത്തിൻ്റെ ഗുണം ചെയ്യുമെന്നുള്ളത് സത്യം തന്നെയാണ്. അതിൽ യാതൊരു വ്യത്യാസവുമില്ല. അതിൻ്റെ കാരണം കൂടി പറയാം. നമുക്കറിയാലോ, നമ്മളുടെ ഹ്യൂമൻ ബോഡിയിലെ ഇൻറ്റസ്റ്റൈനിലെ ബാക്ടീരിയയും ഈ പറയുന്ന മോരിലെ ബാക്ടീരിയ അല്ലെങ്കിൽ തൈരിലെ ബാക്ടീരിയയും വളരെ അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ വളരെ ഫ്രണ്ട്ഷിപ്പോട് കൂടിയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ വളരെ സൗഹൃദപരമായിട്ടുള്ള ബാക്ടീരിയയാണ് ഇത് രണ്ടും. അല്ലെങ്കിൽ തൈരിലുള്ള ബാക്ടീരിയ ഹ്യൂമൻ ബോഡിയിൽ എത്തുമ്പോൾ ഹ്യൂമൻ ബോഡിയിൽ ഉള്ള ബാക്ടീരിയ ആക്രമിക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യില്ല. അത് നമ്മളുടെ ബാക്ടീരിയയെ ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുകയാണ് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ നമ്മൾ തലേ ദിവസം ഈ ചോറിനകത്ത് ഈ പറയുന്ന തൈര് ഒഴിച്ച് വെച്ച് അത് പിറ്റേ ദിവസം കാലത്ത് അത് എടുക്കുന്ന സമയത്ത് അതിൽ ഈ തൈരിൻ്റെ ബാക്ടീരിയ വളരെ വ്യാപകമായ രീതിയിൽ അതിനകത്ത് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടാവും. അത് മാക്സിമം അതിനകത്ത് തൈരിലെ ബാക്ടീരിയ ആയിരിക്കും ഉണ്ടാവുക. ആ ബാക്ടീരിയ ഉള്ള ഭക്ഷണം നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ഔഷധം പോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ആക്ട് ചെയ്യും എന്നുള്ളത് തന്നെയാണ് സത്യസന്ധമായ അവസ്ഥ. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇത് ഔഷധമാണ്, ആഹാരമല്ല എന്നും കൂടി മനസ്സിലാക്കാം. ഇനി ഇത് ആർക്കൊക്കെ കഴിക്കാം, എങ്ങനെയൊക്കെ കഴിക്കാം, എപ്പോഴൊക്കെ കഴിക്കാം എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ആർക്കൊക്കെ കഴിക്കാമെന്ന് ചോദിച്ചാൽ ഇന്നത്തെ കാലത്ത് ഇപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും ആഹാരം ഉപയോഗിക്കുന്നവരിൽ ഭൂരിഭാഗം പേരും ഉപയോഗിക്കുന്നത് സിൽക്കി സോട്ടെക്സ് റൈസ് ആണ്. ഈ സിൽക്കി സോട്ടെക്സ് റൈസ് എന്ന് പറയുന്ന ഫുൾ ബ്രാൻ റൈസ് ഫുൾ ബ്രാൻ കളഞ്ഞ റൈസിന് നമ്മൾ ശരിക്കും അതിൻ്റെ വേസ്റ്റ് ആയിട്ട് മാത്രമേ കണക്കാക്കുള്ളൂ. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ മൈദ, ഗോതമ്പ് അല്ല മൈദ എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഗോതമ്പിൻ്റെ വേസ്റ്റായിട്ട് വരുന്ന ഭാഗം മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ഉപയോഗിക്കുന്ന സാധനമാണ് മൈദ എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് സിൽക്കി സോട്ടെക്സ് റൈസും. ഈ ഫൈബർ കണ്ടന്റ് തീരെ ഇല്ലാത്ത അല്ലെങ്കിൽ തവിട് തീരെ ഇല്ലാത്ത അരികൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഇൻറ്റസ്റ്റൈൻ കേടുവരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ കാലത്ത് വ്യാപകമായ രീതിയിൽ പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് സ്വാഭാവികമായിട്ടും ശാസ്ത്രം അറിയാവുന്നവർക്കും ശാസ്ത്രീയ വിദ്യാഭ്യാസം നേടിയ എല്ലാവർക്കും അറിയാം. പക്ഷേ പലരും ഇത് പറയാറില്ല എന്നുള്ളതാണ് സത്യസന്ധമായ വസ്തുത. അപ്പം നമ്മൾ അങ്ങനത്തെ ആഹാരത്തെ അല്ല പ്രൊമോട്ട് ചെയ്യേണ്ടത്. ബ്രാൻ അല്ലെങ്കിൽ തവിടുള്ള അരിയുടെ ആഹാരമാണ് നമ്മൾ കഴിക്കേണ്ടത്. അതേപോലെ തന്നെ ഗോതമ്പ് പലരും വളരെ നല്ല ആഹാരമാണ് എന്നുള്ള രീതിയിൽ പ്രചരിപ്പിച്ച് കാണാറുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ എവിടെയും ഗോതമ്പ് കൃഷി ചെയ്യുന്നതായിട്ട് എനിക്കറിയില്ല. നമ്മളുടെ എക്കോസിസ്റ്റത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ചുറ്റുപാടിൽ ഉണ്ടാവുന്ന ആഹാര സാധനങ്ങളാണ് നമുക്ക് കൂടുതൽ ഹെൽത്ത് തരുന്നത്. ഇനി ഒരു നേരം 2 നേരം അത് കഴിച്ചു എന്ന് വിചാരിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുമോ ചോദിച്ചാൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ എന്നിരുന്നാലും നമ്മൾ കൂടുതലായിട്ട് കഴിക്കേണ്ടത് അരി പോലുള്ള ആഹാര വസ്തുക്കളാണ്. അതേപോലെ തന്നെ അതിൽ തവിടുള്ള അരികളാണ് നമ്മൾ കഴിക്കേണ്ടത്. അങ്ങനെയുള്ള തവിടുള്ള അരി ചോറ് വെച്ചതിന് ശേഷം അതിനകത്ത് ഈ പറയുന്ന പോലെ അന്നേ ദിവസം തന്നെ തൈര് ഒഴിച്ച് വെച്ച് കഴിഞ്ഞാലാണ് ഞാൻ ഈ പറയുന്ന ഗുണങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പം നേരത്തെ പറഞ്ഞ ഈ തലേ ദിവസം ഉണ്ടാക്കിയ പഴങ്കഞ്ഞിയിൽ അടുത്ത ദിവസം മോരൊഴിച്ച് കഴിച്ചാലും ഇതേ ഗുണം തന്നെയല്ലേ കിട്ടാന്ന് ചോദിക്കും. അങ്ങനെയല്ല സംഭവിക്കുന്നത്. കാരണം ചോറിൽ അപ്പോൾ നമ്മൾ 6 മണിക്കൂർ കഴിഞ്ഞ ബാക്ടീരിയ വരും പറഞ്ഞാൽ ആ ബാക്ടീരിയ അതിനകത്ത് യൂറിനേറ്റ് ചെയ്യുമ്പോൾ അതിലെ ബാക്ടീരിയ വീണ്ടും അതിനകത്ത് ധാരാളം ബാക്ടീരിയകൾ വീണ്ടും വീണ്ടും ഉണ്ടാവുകയും ആ ബാക്ടീരിയയുടെ യൂറിൻ അതിനകത്ത് ധാരാളം നിൽക്കുകയും ചെയ്യുമ്പോൾ നമ്മളുടെ ഈ തൈരിനകത്തുള്ള ബാക്ടീരിയയും ഇതിനകത്തുണ്ടായ ബാക്ടീരിയയും ഒരേപോലെ ആയിരിക്കില്ല എന്ന് മാത്രമല്ല അവ തമ്മിൽ
എന്ത് ചെയ്യും, സംഘടനത്തിൽ ഏർപ്പെടും. ഇത് ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാലും അതേപോലെയുള്ള സംഘടനത്തിൽ ഏർപ്പെടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മളുടെ ഉള്ളിലുള്ള ബാക്ടീരിയ അത് നശിപ്പിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഒരുപക്ഷെ ഒരു ദിവസമോ 2 ദിവസം നമ്മൾ ഇതിങ്ങനെ കഴിച്ചതുകൊണ്ട് അങ്ങനെ സംഭവിക്കും എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. സ്ഥിരമായിട്ട് ഇത് കഴിക്കുന്ന ആളുകളിൽ ഇങ്ങനെയുള്ള ഇത് വരാനുള്ള സാധ്യതകളുണ്ട് എന്നാണ്. പക്ഷേ ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങൾ 6 മണിക്കൂറിന് മുൻപ് തന്നെ നിങ്ങളുടെ വെച്ച് കഴിഞ്ഞിട്ടുള്ള ആഹാരത്തിനകത്ത് അല്ലെങ്കിൽ ചോറിനകത്ത് ഇതേപോലെ തൈര് ഒഴിച്ച് പിറ്റേ ദിവസം അത് നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ ഞാൻ അപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ആഹാരമല്ല, ഔഷധമാണ്. ഔഷധം നമുക്ക് വളരെ വ്യാപകമായ രീതിയിൽ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെ. 1-2 ദിവസം അല്ലെങ്കിൽ 2-3 ദിവസം ആഴ്ചയിൽ കഴിക്കുന്നത് നല്ലതാണ് എന്നുള്ളതാണ്. പിന്നെ ഇത് ആർക്കൊക്കെ കഴിക്കാം, എങ്ങനെയൊക്കെ കഴിക്കാം, എപ്പോഴൊക്കെ കഴിക്കാം എന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നത് ഇത് കൂടുതലായിട്ട് ഉപകാരപ്പെടുന്നത് ഇൻഡസ്റ്റൈനൽ പ്രോബ്ലം ഉള്ളവർക്കാണ്. ഇൻഡസ്റ്റൈനൽ പ്രോബ്ലം വരുന്ന ആർക്കൊക്കെയാണ്? നമ്മൾ ഇന്ന് മാർക്കറ്റിൽ കാണുന്ന ഓയിലുകൾ, എണ്ണകൾ എന്ന് പറഞ്ഞപ്പോൾ സൺഫ്ലവർ ഓയിൽ, അതേപോലെ റൈസ് ബ്രാൻ ഓയിലുകൾ, ഇതൊക്കെ വ്യാപകമായ രീതിയിൽ നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന ഓയിലുകളാണ്. അതേപോലെ തന്നെ വെളിച്ചെണ്ണയും മറ്റ് എണ്ണകളൊക്കെ വരുന്നുണ്ട്. ഇതിൽ ഭൂരിഭാഗവും തട്ടിപ്പ് പ്രസ്ഥാനത്തിലൂടെ വരുന്ന എണ്ണകളാണ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് സൂര്യകാന്തി ഇവിടെ നമ്മുടെ നാട്ടിലൊന്നും ഇത്രയും വ്യാപകമായ രീതിയിൽ സൂര്യകാന്തി കൃഷി ചെയ്യുന്നില്ല. മറ്റൊന്ന് റൈസ് ബ്രാൻ ഓയിലാണ്. റൈസ് ബ്രാനിൽ നിന്ന് എത്ര ശതമാനം ഓയിൽ കിട്ടുമെന്ന് ചോദിച്ചാൽ അതുപോലും അറിയാത്ത വിഡ്ഢികളാണ് നമ്മുടെ നാട്ടിലുള്ളവർ. ഇവരൊക്കെയാണ് ഇത് പ്രചരിപ്പിക്കുന്നത്. 3% ആകെ റൈസ് ബ്രാനിന് ഓയിൽ കിട്ടാൻ സാധ്യതയുള്ളത്. അങ്ങനെ റൈസ് ബ്രാനിൽ ഓയിൽ കിട്ടുകയാണെങ്കിൽ ഈ ഭൂലോകം മുഴുവൻ അരി കൃഷി അല്ലെങ്കിൽ നെല്ല് കൃഷി ചെയ്തെടുക്കുന്ന അരി കൊണ്ട് ഉൽപ്പാദിപ്പിച്ച എണ്ണ നമുക്കൊരു പഞ്ചായത്തിന് പോലും ഉപയോഗിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യസന്ധമായ വസ്തുത. അപ്പോൾ പിന്നെ ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു തരം തട്ടിപ്പാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ എന്നറിയില്ല. പക്ഷെ പലർക്കും ഇതിനെക്കുറിച്ച് അറിയാം. വ്യാപകമായ രീതിയിൽ ആരും ഇത് പറയാറില്ല. അപ്പോൾ അങ്ങനെയുള്ള ആഹാര വസ്തുക്കൾ കഴിക്കുന്ന ആളുകൾക്ക് ഇൻഡസ്ട്രിയൽ പ്രോബ്ലം വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അവർക്ക് ആദ്യം വരുന്നത് ഗ്യാസിന് അല്ലെങ്കിൽ കുടിച്ചു തീട്ടുന്ന സ്വഭാവമാണ്. പിന്നീട് അത് ഗ്യാസ് ട്രബിളിൻ്റെ പ്രോബ്ലമായിട്ട് മാറും. പിന്നീട് ആ ഗ്യാസ് ട്രബിളിൻ്റെ പ്രോബ്ലം പോയിട്ട് അത് അൾസറിലേക്ക് പോകും. അൾസർ പിന്നീട് ക്യാൻസറിലേക്ക് പോകുന്ന ഒരു സാധ്യതയാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്നൊക്കെ നമുക്ക് മാറണമെങ്കിൽ അല്ലെങ്കിൽ രക്ഷപ്പെടണമെങ്കിൽ ഈ പറയുന്ന ആഹാരം നമുക്ക് 1-2 ദിവസം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഗുണം ചെയ്യും എന്നുള്ളത് തന്നെയാണ്. ഇനി നമ്മൾ ഈ ആഹാരം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെങ്ങനെ നമുക്ക് ടെസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. നിങ്ങളിപ്പോൾ അമേരിക്കയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേ യൂറോപ്യൻ കൺട്രീസിൽ നിന്നോ അല്ലെങ്കിൽ വെസ്റ്റേൺ കൺട്രീസിൽ നിന്നോ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ട് ഒരാൾ വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും എല്ലാവരും അതിനെ അക്സെപ്റ്റ് ചെയ്യും. അതിന് ഒരു ചോദ്യം പോലും ചോദിക്കാൻ ചിലപ്പോൾ മലയാളി തയ്യാറായെന്ന് വരില്ല. പക്ഷേ നമ്മളെപ്പോലെ ഉള്ളവർ അല്ലെങ്കിൽ മലയാളികളായിട്ടുള്ള അല്ലെങ്കിൽ മലയാളം സംസാരിക്കുന്ന അല്ലെങ്കിൽ മലയാള ഭാഷയിൽ നമ്മുടെ ഭാഷയിൽ ഇത് ആരെങ്കിലും പറയുമ്പോൾ ഇതിന് ശാസ്ത്രീയത ഉണ്ടോ, ഇതെങ്ങനെ തെളിയിക്കാൻ പറ്റും, ഇത് ശാസ്ത്രീയമായിട്ട് ലാബുകളിൽ തെളിയിച്ചതാണോ? ലാബുകളിൽ തെളിയിച്ചതല്ല, ഇത് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ്. അപ്പം അതുകൊണ്ട് ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഇങ്ങനെ ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങൾ 1 ദിവസമോ 2 ദിവസമോ ഈ പറയുന്ന അതുപോലെ ഒരു ആഹാരം ഉണ്ടാക്കി കഴിച്ചു നോക്കുക. പിറ്റേ ദിവസം നിങ്ങൾക്ക് ടോയ്ലറ്റിൽ പോകുമ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ആ ടോയ്ലറ്റിൽ പോകുമ്പോൾ വേസ്റ്റ് പൊങ്ങിക്കിടക്കും. അതേപോലെ സിലിണ്ടറിക്കൽ രൂപത്തിലായിരിക്കും അത് പോവുക. അങ്ങനെ അല്ല നിങ്ങളുടെ സിസ്റ്റം എക്സ്ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻഡസ്ട്രിയൽ പ്രോബ്ലം ഉണ്ട്, അല്ലെങ്കിൽ ദഹന വ്യവസ്ഥയിൽ അതിൽ കാര്യമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടാൻ വളരെ എളുപ്പമാണെന്നും കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്ത ഏതെങ്കിലും ഇതേപോലെ നല്ല ഏതെങ്കിലും കാര്യങ്ങളുമായിട്ട് നിങ്ങളുടെ മുൻപിൽ വരും. ഓക്കെ, നിങ്ങളുടെ സുഹൃത്ത് ഡോക്ടർ ഫിറോസ്. താങ്ക് യു.